ചെയ്തോ 6 കഴിഞ്ഞോ? ബാക്കിയുള്ളവരോ? ലാസ്റ്റ് 2 ദേവിക പ്രകാശ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഒന്നാമത്തെ ഡാനല്ലേ? വെന്നിനോരം വെന്നിനോരം രണ്ടാമത്തെ നിങ്ങൾ ഇതും കൂടെ ചെയ്തോ. ഡാഡി 12 വരെ. ഹലോ ഫോണില നേരത്തെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇല്ല, ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് കഴിച്ചു. വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് കയറിയതാ. അല്ല, എടുത്തോണ്ടിരിക്കുക. കുറച്ച് സ്റ്റേ കൊടുത്തേക്കാം. കുറെ ഉണ്ട്, വീട്ടിൽ 5-6 പേരൊക്കെ ഉണ്ട്. ക്ലാസ്സിൽ നടന്നു റെക്കോർഡ് എടുക്കണം. ക്ലാസ്സിന്റെ റെക്കോർഡ് ഇട്ട് കൊടുക്കാറ്. കാണാത്ത ഞങ്ങളാണ്. വേറെ ഇവിടെ നാളത്തെ വേറെ ബ്രാഞ്ചിലേക്ക് എല്ലാം ഡെപ്യൂട്ടേഷൻ ചോദിച്ചേക്കായിരുന്നു. തലശ്ശേരി ബ്രാഞ്ച് അതിലായിരിക്കും. ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഞാനൊന്ന് ആർമിക്ക് പോകാനായിട്ട് അവിടുന്ന് ഒരാളെ ചോദിച്ചപ്പോൾ അവിടുത്തെ മാനേജറിനെ തരാൻ പറഞ്ഞു. സാറ് പറഞ്ഞാൽ സാറ് അനുഭവട്ടനല്ല. വേറെ
ഒന്നുമില്ല, ഈ ആഴ്ച ഇവിടെ തന്നെ, അടുത്ത ആഴ്ച വീട്ടിൽ പോകണം. ഓക്കെ. ഹലോ, സെക്കൻഡ് തെന്നിനൂരും വെന്നല്ലേ. ഓക്കെ. തേർഡ് ഐ ഡോണ്ട് നോ നത്തിങ്, ഡോണ്ട് ഡു നത്തിങ്. ബെർലി ദെനിനോരം ബെർലി. നോസണൂർ ദാനാണ്, ബാക്കിയുള്ളവർക്കൊക്കെ വെന്നാണ്. ശരി. പിന്നെ ഐ ഡോണ്ട് നോ, നത്തിങ്ങും ഡോണ്ട് നോയും. നത്തിങ് കട്ട് ചെയ്തോടെ. നെഗറ്റീവ് വേർഡാണ്, അപ്പൊ എന്ത് വേണം? ഐ ഡോണ്ട് നോ എനിത്തിങ്. നത്തിങ്ങിന്റെ പോസിറ്റീവ് എനിത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാർഡ്ലി, ഹി ഡസന്റ്, രണ്ടെണ്ണം നെഗറ്റീവ് അല്ലേ? എത്രയാടോ? അപ്പം ഹാർഡ്ലി, ഡസന്റ് ഒക്കെ രണ്ട് നെഗറ്റീവ് ആണ്. ഹാർഡ്ലി ഹി ഡസന്റ് വേണ്ട, അപ്പം എന്ത് കൊടുത്താൽ മതി? മതിയോ? മതി. ഹാർഡ്ലി ഹി. ഹാർഡ്ലിന്റെ കൂടെ ഹാഡ് ഒന്നൂടെ ഇടണ്ടടാ, ഞാൻ പറഞ്ഞല്ലോ. ഇല്ലാത്ത സാധനം നീ എക്സ്ട്രാ ആഡ് ചെയ്യണ്ട. ഓക്കെ. അപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്ത് പറഞ്ഞ നാളിൻ്റെ കറക്റ്റ് ആൻസർ എന്താ വരുന്നത്? ഹാർഡ്ലി സിംഗുലർ അല്ലേ? ഹാർഡ്ലി ഹി ബിലീവ്, കേട്ടില്ല. ഹാർഡ്ലി ഹി കേട്ടില്ല. ബാക്കി ഡസ് ബിലീവ് ഇൻ ഗോഡ്. ഓക്കെ. ഒരു മിനിറ്റ്. പിന്നെ ഓക്കെ. അടുത്ത അടുത്ത എന്ത് കൊടുക്കുക? ഇതെന്താ അത്? ബെറ്റർ ദാൻ ബെസ്റ്റ് ആണോ? ബെസ്റ്റ് എനി അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്. എടാ, കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ആണ്. കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ റൂൾ എന്തായിരുന്നു? അല്ലെ, കമ്പയർ ചെയ്യുമ്പോൾ എന്തിനെ കമ്പയർ ചെയ്യണം? സെയിം സാധനത്തെ കമ്പയർ ചെയ്യണം. മോക്ക് ടെസ്റ്റ് ഓഫ് ഗെയിലിനെയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതും ചെക്ക് ചെയ്താണ്. കാരണം ഓഫ് വന്നു കഴിഞ്ഞാൽ അപ്പോഴും മറ്റേത് നോക്കണം. മോക്ക് ടെസ്റ്റ് ഓഫ് എന്ന് പ്രിപ്പോസിഷൻ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പ്ലൂറലാണ്. അപ്പോൾ ഓക്കെ ആണ്. ബെറ്റർ ദാൻ എന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഈക്വലായിട്ട് കമ്പയർ ചെയ്യണം. മോക്ക് ടെസ്റ്റ് ഓഫ് അല്ലെങ്കിൽ ദാൻ, ബെറ്റർ ദാൻ, ഒന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം. മോക്ക് ടെസ്റ്റ് ഓഫ് എനി അതർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കൊടുക്കാം, അല്ലേ? അടുത്തത് അപ്പോസ്ട്രോഫി ആണോ ഉദ്ദേശിക്കുന്നത്? അപ്പോസ്ട്രോഫീസിന്റെ അതാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോസ്ട്രോഫിയാ? സച്ചിന്റെ ബാറ്റിംഗ് മോർ ദാൻ വിരാട്. ഇതിനകത്ത് ഒരെണ്ണം തെറ്റാ. അതേതാന്ന് കണ്ടുപിടി. സെന്റൻസിലെ 6 ക്വസ്റ്റ്യനിൽ ഒരെണ്ണത്തിൽ ഇനിയും മിസ്റ്റേക്ക് ഉണ്ട്. ബിലീവ്സ് ആണോ? ബിലീവ്സ് ഇൻ ഗോഡ് ആണോ? ബിലീവ്സ് ഇൻ ഗോഡാ? ഹാർഡ്ലി ഹി ഡസ് ബിലീവ് ഇൻ ഗോഡ്. കുഴപ്പമൊന്നുമില്ല. ശരിയാ. നോക്കിയാ അതിൽ ഓക്കെ. അതിൽ മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് ഞാൻ പറയുന്നില്ല, ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതേ മിസ്റ്റേക്ക് വേറെ ഒന്നിലും ഉണ്ട്. ഇതിലും മിസ്റ്റേക്ക് ഉണ്ട്. കണ്ടുപിടി. 4ലും 1ലും കോമൺ മിസ്റ്റേക്ക് ഉണ്ട്.
പക്ഷെ അതേ മിസ്റ്റേക്ക് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് വേർഡ്സ് വരുമ്പോഴത്തേക്ക് വേറെ റൂൾ ഉണ്ടായിരുന്നു. എന്താണ്? നോസ് ഓണർ വന്നാൽ ഡിഡ് വരണം എന്ന് പറയാറുണ്ട്. പക്ഷെ ഇത് ഡിഡിന്റെ ആവശ്യമില്ലല്ലോ. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് പറ. അല്ലാണ്ട് നെഗറ്റീവ് വേർഡ്സ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടായിരുന്നു? റൂൾ ഓഫ് ഇൻവേർഷനാ. ഇതാണോ? ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ്. എന്ത് വരും ഇത്? നോ സൂണർ അതിൻ്റെ എന്ത് വരണം? നോ സൂണർ ഡിഡ് ഡിഡ് ആണ്. ദ ഞാൻ ഡിഡ് ചേർത്തിട്ടെ. ഡോഗ് റൺ ടുവേർഡ്സ്. ഓക്കെ. അപ്പം നാലാമത്തേത് നാലാമത്തെ എങ്ങനെ വരും? ഓക്സിലറി വെർബ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് എവിടെ പോകണം? ആദ്യം പോകണം. ഹാർഡ്ലി ഡസ് ഹി ബിലീവ് എന്നും പറഞ്ഞു പോകും. ഹാർഡ്ലി ഡസ് ഹി ബിലീവ് എന്നും പറഞ്ഞ് പോവും. ബാക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെയാണ്. ബാർലി ഹാഡ് ഓക്സിലറി വെർബ് സബ്ജക്റ്റ് മെയിൻ വെർബ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇത് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നോക്കി ആൻസർ പറ. ആസ് വന്നോട്ടല്ലോ. എലക്റ്റഡിനൊക്കെ എന്ത് വരില്ല? എലക്റ്റഡിന് ആസ് വരും. ആസ് വരുന്നത് ഏതിനാണ്? റിഗാർഡഡ് ആസ് അല്ലേ? റിഗാർഡിന് ആസ് വരും. റിഗാർഡഡ് ആസ് വരും. വേറെ എലക്ഷൻ അപ്പോയിൻമെന്റ് സാധനങ്ങളൊക്കെ ഒന്നും എന്ത് വരില്ല? ഇലക്ട്, നോമിനേറ്റ്, കോള്, മേക്ക്, അപ്പോയിൻമെന്റ് ഒന്നും ആസ് വരില്ല. അപ്പോൾ സ്കൂൾ എലക്റ്റഡ് മീ ദ പ്രസിഡന്റ്. അടുത്തത് ഡോൺ കോൾ മീ ബാബു. ബാബു. അടുത്ത പിന്നെ വോക്കിംഗ് അല്ലേ? ഏതൊക്കെയാ വേർഡ്സ്? എൻജോയ്, ഹെസിറ്റേറ്റ്, ഹെസിറ്റേറ്റ്, അവോയ്ഡ്, ക്വിറ്റ്, കീപ്പ്, വുഡ് യു മൈൻഡ്. വുഡ് യു മൈൻഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ING വരണം. വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ കീപ്പ്, മൈൻഡ്, ക്വിറ്റ്, അവോയ്ഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ 2+V1 മാറിയിട്ട് എന്ത് വരും? വെർബ് പ്ലസ് ING. അപ്പോൾ എൻജോയ് കഴിഞ്ഞിട്ട് വാക്കിംഗ് എന്ന് വരും. ഡു യു എൻജോയ് വാക്കിംഗ് ഇൻ ദ ഈവനിങ്? ഓക്കെ. അടുത്തത് ഹെസിറ്റേറ്റ് ആണ്. വൈ ഡു യു ഹെസിറ്റേറ്റ്? 2+V1 മാറിയിട്ട് വൈ ഡു ഹെസിറ്റേറ്റ് ആസ്കിങ് മീ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. ഇതിന് തെറ്റുണ്ടോ? സീരീസ് ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ നൗൺ അല്ലേ വരിക? ശരിയാ, കറക്റ്റാ. അത് എൻ്റെ മിസ്റ്റേക്കാ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. കുഴപ്പമില്ല. നോർ. അടുത്തതിൽ ബിസിനസ് മാൻസ് വരുമോ? പ്രപ്പോസിഷനാണ്. പ്രപ്പോസിഷൻ അല്ലെങ്കിൽ രണ്ട് നൗണിനെ പ്രപ്പോസിഷൻ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇത് പ്ലൂറൽ നൗണും സിംഗുലർ അല്ല വെർബ് ഡിപ്പെൻഡ് ഓൺ ദ ഇത് വേറെ ഓഫിന് ശേഷം വരുന്നത് പ്ലൂറൽ നൗൺ ആയിരിക്കും. അപ്പോൾ സാഡ്, ഈവൻസ്. അപ്പോൾ അത് ഓക്കെയാണ്. പിന്നെ വെർബ് എന്ത് വരണമായിരുന്നു? വെർബ് രണ്ടെണ്ണത്തിനെ വെച്ച് രണ്ട് പ്രപ്പോസിഷൻ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ വെർബ് ഡിപ്പെൻഡ് ഓൺ ദ ഫസ്റ്റ് ആണ്. അപ്പോൾ സീരീസ് ആണ്. പക്ഷേ ഇവിടെ സെൻറ്റൻസ് ഫാസ്റ്റ് ആയതുകൊണ്ട് സിംഗുലറും പ്ലൂറലും ഒന്നുമില്ല. അടുത്ത എ കപ്പിൾ ഓഫ് ബിസിനസ് മാൻസ് വരും. മാൻസാ. പൊടി 10 പ്രാവശ്യം ഇരിക്കേണ്ടി വരും. മാൻ്റെ പ്ലൂറൽ എന്താ? ബിസിനസ്. അടുത്ത പറഞ്ഞോ. ഇത് എളുപ്പം. വേഗം പറഞ്ഞോ. ഡിസൈഡാ. എന്താണ്? നമുക്ക് രണ്ട് വേർഡ്സ് കൺഫ്യൂഷൻ ആവാണ്ടിരുന്നാൽ മതി. ബിസൈഡും ബിസൈഡ്സും. ബിസൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നിയർ, അടുത്തെന്നുള്ളൊരു മീനിങ് ആണ്. ബിസൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ അഡീഷൻ ടു ദാറ്റ്. അതല്ല, അത് കൂടാതെ അല്ലെങ്കിൽ ഇൻ അഡീഷൻ ടു ദാറ്റ് വേറെ എന്താ കൊണ്ടത്. അപ്പോൾ ഇതെന്താണ്? ഐ സ്റ്റേ നിയർ ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഐ സ്റ്റേ ബിസൈഡ് ദ റെയിൽവേ സ്റ്റേഷനും. ഇതെന്താണ്? ബിസൈഡ്സ് നൗൺ എന്ന് വെച്ചാൽ നൗൺ അല്ലാണ്ട് ഐ ഡിസ്കസ്ഡ് മെനി ടോപ്പിക്. ഇൻ അഡീഷൻ ടു അല്ലെങ്കിൽ നൗൺ മാത്രമല്ല, ഞാൻ വേറെ ടോപ്പിക്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഓക്കെയാണ്. ബിസൈഡ് എന്ന് പറയുമ്പോൾ നിയർ, ക്ലോസ്, വിസിനിറ്റി സിനോണിമാണ്. അഡീഷണൽ, അപ്പാർട്ട് ഫ്രം ഒക്കെ മീനിങ് ഒക്കെയാണ് ബിസൈഡ്സിന് വരുന്നത്. അടുത്ത ഞാൻ വാങ്ങിച്ചു.
Very seldom story. Usually എന്തായിരുന്നു? അതല്ലല്ലോ ഓൾറെഡി ഉം? റീസെന്റ് ഓൾറെഡി ആ റൂൾ അല്ലല്ലോ. റീസെൻ്റ്ലി ഓൾറെഡി അല്ലടാ. മൈ ഫ്രണ്ട് ക്വസ്റ്റ്യൻ ടൈമിനെ കാണിക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. ഇറ്റ് ഈസ് ഓൾവേസ്, എപ്പോഴും, ഓഫൺ, യൂഷ്വലി, നെവർ, എവർ, സംടൈംസ്, യൂഷ്വലി, പിന്നെ സെൽഡം. സെൽഡം എന്ന് പറയുമ്പോൾ നെവർ എന്നാ, നോ എന്നാ, അല്ലെങ്കിൽ സെൽഡം. പിന്നെ ഹാർഡ്ലി നോയാണ്, അല്ല പോവില്ല, അല്ലെങ്കിൽ ഒരു മീൻസ് ഞാൻ അങ്ങോട്ട് പോകാറേ ഇല്ല എന്നൊക്കെ ഒരു കാണിക്കുന്നൊരു. പിന്നെ റെയർലി, കൂടുതൽ എടുത്തത് ആഡ് വെർബ് ഓഫ് ടൈം എന്നാണ് പറയുന്നത്, അങ്ങനെ പോകണ്ട. റെയർലി, അങ്ങനെ ഈ വേർഡ്സൊക്കെ വന്നു കഴിഞ്ഞതിൻ്റെ യൂസേജ് ഉണ്ട്. മീൻസ് വേറെ പ്രശ്നമൊന്നുമില്ല, ഇത് ആ വെർബിന് മുമ്പ് ഉപയോഗിക്കണം. ഇതൊക്കെ വെർബ് പ്ലസ് ഈ വേർഡ്സാണ് വരുന്നത്. വെർബിന് മുമ്പ് അല്ല, ബിഫോർ ദ വെർബ് അല്ലേ, സോറി. ഈ സാധനങ്ങൾ പ്ലസ് വെർബ് വരണം, ഇതിന് ശേഷമാണ് വെർബ് വരാനുള്ളത്. അപ്പം മൈ ഫ്രണ്ട് ഗോസ് ടു ജിം ആൾവേസ് എങ്ങനെ മാറണം? ഇവിടുത്തെ വെർബ് ആരാണ്? ഗോ, അല്ലെങ്കിൽ ആക്ഷൻ വേർഡ്സിനാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. അപ്പം മൈ ഫ്രണ്ട് ഓൾവേസ് ഗോ ടു ജിം. ഐ സെൽഡം റീഡ് സ്റ്റോറി ബുക്ക് അല്ല, അതാ കറക്റ്റ്. ഐ നെവർ റീഡ്, മീനിങ് അതാണ്, ഐ നെവർ റീഡ് സ്റ്റോറി ബുക്സ്. ഇവിടെ ആണെങ്കിൽ അങ്ങനെ വരും, ഹി യൂഷ്വലി സെർച്ച്. അപ്പോൾ ഈ പെർട്ടിക്കുലർ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ അതിന് വെർബിന് മുമ്പായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് പ്രിലിംസിനൊക്കെ വരാറുള്ളൊരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, കിട്ടാറുണ്ടത്. അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും വരാറുണ്ടത്. അപ്പം ഏതാണ് ടൈം അല്ലെങ്കിൽ ആഡ് വെർബ് ഓഫ് ടൈം അല്ലെങ്കിൽ അവർ അങ്ങനെ പറയുന്നത്, അത് നോക്കണ്ട. ഓൾവേസ്, ഓഫൺ, നെവർ, എവർ, സംടൈംസ് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു, സംടൈംസ്, യൂഷ്വലി, സെൽഡം, ഹാർഡ്ലി, റെയർലി. ഇതൊക്കെ എന്താണ് ഈ സാധനങ്ങൾക്ക്? അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഹാർഡ്ലി റെയർലി ഒക്കെ കാണുമ്പോൾ എന്തൊക്കെ ഓർമ്മ വരണമെന്നുള്ളത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് മീൻസ് പിന്നെ ഇത് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഇപ്പം ഈ സൈഡിൽ തന്നെ എന്ത് ചെയ്ത് വെക്കുക, ഇതിൻ്റെ റൂൾസ് കിട്ടുന്ന കണക്ട് ചെയ്ത് അങ്ങ് പോവുക. ഇപ്പോൾ ഹാർഡ്ലി റെയർലി കാണുമ്പോൾ നെഗറ്റീവ് വേർഡ്സ് ആണ്. നെഗറ്റീവ് വേർഡ്സ് ആകുമ്പോൾ റൂൾ ഓഫ് ഇൻവേർഷൻ വരുന്നുണ്ട്. പിന്നെ ഹാർഡ്ലിയുടെ ഒപ്പം ഹാർഡ്ലി ഹാഡാണ്, ബാക്കിയുള്ളതിൻ്റെ ഒപ്പം എന്താ നോസൂണറിൻ്റെ കൂടെ ഡിഡാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരെണ്ണം കാണുമ്പോൾ അതിൻ്റെ പഴയ പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ മറിച്ചെങ്കിലും നോക്കുക, അത് ഞാൻ മുമ്പൊരെണ്ണം പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് നോക്കണ്ട, അത് കണക്ട് ചെയ്ത് പോവുക. ആ ഒരു പർട്ടിക്കുലർ സാധനം കാണുമ്പോൾ ഉള്ള എല്ലാം ലിസ്റ്റിൽ വരണം. ഹാർഡ്ലി കാണുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ആ ഒരു ലിസ്റ്റ് കിട്ടും. അപ്പോൾ ആ കണ്ടീഷൻസ് എല്ലാം അവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു ഫാക്ടേഴ്സ് എല്ലാം അവിടെ എല്ലാം ഓക്കെ ആണെന്നുള്ളത് നോക്കിയാൽ മതി. അടുത്ത ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്, ഇനഫിൻ്റെ യൂസേജ്. He has enough money to help me. അതെ, അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന്, അല്ലെങ്കിൽ ഹി ഹാസ് ഇനഫ് മണിയാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെൻറ്റി അല്ലെങ്കിൽ ഒരു മീൻസ് അങ്ങനെ ഒരു മീനിങ് വരുന്നുണ്ട്. പ്ലെൻറ്റി അല്ലെങ്കിൽ മോർ അല്ലെങ്കിൽ ഒരുപാട്, ആ ഒരു കൈൻഡ് ഓഫ് മീനിങ് എന്താണ്, ഒരുപാട് ക്യാഷ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലെൻറ്റി, ഹി ഹാസ് ലോട്ട് ഓഫ് മണി, എ ലോട്ട് ഓഫ്, അങ്ങനെ ഒരു മീനിങ്ങും വരുന്നുണ്ട്. അല്ലാണ്ടൊരു മീനിങ്ങും വരുന്നുണ്ട്. ഓക്കെയാണ്, ഇറ്റ്സ് ഓക്കെ, എന്താണ് ഒരു എക്സാമ്പിൾ ഒരു പറയാനാണെങ്കിൽ എങ്ങനെ പറയും, നമ്മൾ രണ്ട് കേസാണ് വരുന്നത്, നൗണും അപ്പോൾ പഠിക്കാനാണെങ്കിൽ നമുക്ക് രണ്ട് കേസ്, നൗണും അഡ്ജക്റ്റീവ് മാത്രമേ എക്സാമിന് വരാറുള്ളൂ. അതങ്ങ് റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നോക്കിയാൽ മതി, നൗണ്, ഇനഫ്, അഡ്ജക്റ്റീവ്.
ഇനഫിന് മുമ്പ് നൗൺ വരും, ഇനഫിന് ശേഷം അഡ്ജക്റ്റീവ് വരും. ഇപ്പം മണി എന്ന് പറയുമ്പോൾ എന്താണ്, അവിടുത്തെ ഒരു നൗണാണ്. നൗൺ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു മെയിൻ, ഇപ്പോൾ ഒരു തിങ്, നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്ങിനെയാണ് നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്ങിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. സോ മണി ഈസ് എ തിങ്, സോ മണി എന്ന് പറയുന്നത് നൗണാണ്. അപ്പോൾ എങ്ങനെ വരണം, നൗൺ ആണെങ്കിൽ തിരിഞ്ഞു പോയാ ഇനഫ് മണി, അതോ മണി ഇനഫ് ആയിരുന്നു, സോറി ആൽഫബറ്റിക്കൽ ഓർഡറിലായിരുന്നു. ഏതോ ഒന്നാന്ന് എനിക്കറിയാം. അപ്പം തിരിച്ചാ, അപ്പം അത് തന്നെ. ഓക്കെ, കറക്റ്റാ. ഇനഫ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നൗൺ, അല്ലെങ്കിൽ നൗണിന് മുമ്പ് ഇനഫ് വരണം. അപ്പം ഹി ഹാസ് എ ലോട്ട് ഓഫ് മണി, അല്ലെങ്കിൽ ഹി ഹാസ് പ്ലെൻറ്റി മണി, ഹി ഹാസ് എ ലോട്ട് ഓഫ് മണി, ഹാസ് മോർ മണി എന്ന് വരും. ഹി ഹാസ് ഇനഫ് മണി ടു ഹെൽപ്പ് മീ. അടുത്തതെന്ന് പറയുന്നത് വൈസാണ്. വൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ ടീച്ചർ വാസ് വൈസ്. ഈ വൈസ് എന്ന് പറയുന്നത് ആരെയും, ടീച്ചറിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അല്ലെങ്കിൽ ആ നൗണിനെ പറ്റിയ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റിനെ പറ്റിയ ഒരു എക്സ്ട്രാ കാര്യം പറയാൻ, അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ഒരു ക്വാളിറ്റി പറയാൻ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെയാണെങ്കിൽ അഡ്ജക്റ്റീവ്സ് കഴിഞ്ഞിട്ട് ഇനഫ് പറയണം. അപ്പോൾ അതെന്താണ്, ദ ടീച്ചർ വാസ് വൈസ് ഇനഫ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. അപ്പോൾ ഇനഫ് രണ്ട് രീതിയിൽ നോക്കുന്നത്. ആൽഫബറ്റിക്കലുള്ള അഡ്ജക്റ്റീവ്, നൗൺ നോക്കിയത് എന്തായാലും നൗണും പിന്നെ നൗണിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവും അവരുടെ കൂടെയാണ് വരുന്നത്. ആൽഫബറ്റിക്കൽ ഓർഡർ വെച്ച് നോക്കിയത് എന്താണ്, അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് ഇനഫ് വരണം, നൗണിന് മുമ്പ് ഇനഫ് വരണം. അപ്പോൾ എന്താ, ഇനഫ് വെൻ യൂസ്ഡ് വിത്ത് എ നൗൺ ഈസ് പ്ലേസ്ഡ് ബിഫോർ ഇറ്റ്. എൻ്റെ മീനിങ് എന്താ വരുന്നത്, when used with a noun is placed before it. ഏതാണ്, കോം അല്ലെങ്കിൽ ഈസ്, ഫസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഇനഫ് ഈസ് പ്ലേസ്ഡ് ബിഫോർ ഇറ്റ്, എന്തിനു മുമ്പ്, അല്ല സോറി, അത് തന്നെ കറക്റ്റാ. ഇനഫ് ഈസ് പ്ലേസ്ഡ് ബിഫോർ നൗൺ ആൻഡ് വെൻ യൂസ്ഡ് വിത്ത് ആൻ അഡ്ജക്റ്റീവ്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ ഈസ് യൂസ്ഡ് ആഫ്റ്റർ ഇറ്റ്. അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് ഇനഫ് വരും. അപ്പോൾ ഇനഫിൻ്റെ രണ്ടെണ്ണം വരുന്ന അതാണ്. ഇതോ, ഇത് കൺഫ്യൂസിങ്, മീൻസ് നമുക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻ ഒന്നും പെട്ടെന്ന് കിട്ടില്ല. വായിച്ചു നോക്കും, ഇതൊന്നും ഒരു മിസ്റ്റേക്കാന്നൊരു നമുക്ക് തോന്നില്ല. ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇവിടുന്ന് കണ്ടുപിടി. ഫെയർലി ഇമ്പോസിബിൾ ആണോ? ഫെയർലി ഇമ്പോസിബിൾ. ഓക്കെ, കറക്ഷൻ എന്താ, ഫെയർലി എന്ന് പറയൂ. പിന്നെന്താ പറയുന്നതിന് എന്താ, വേറെ പ്രശ്നമൊന്നുമില്ല. ഫെയർ എന്ന് പറഞ്ഞാൽ ഫെയർ ആയിട്ടുള്ളൊരു കാര്യം. ഫെയർ നോക്കി, എടാ എൽവ ഇട്ട് കഴിഞ്ഞാൽ അത് എന്താണ്, ആഡ് വെർബ. ആഡ് വെർബിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇത് വെച്ചിട്ട് എന്താണ്, ഫെയർലി എനിക്കറിയില്ല. ഫെയർലി നല്ലൊരു കാര്യമല്ലേ, ഇമ്പോസിബിൾ എന്ന് പറയുമ്പോൾ നെഗറ്റീവായ കാര്യം. അത് പോയിന്റ്. ഫെയർലി എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് കാര്യമാണ്, ഇമ്പോസിബിൾ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കാര്യമാണ്. രണ്ടും കൂടെ ഒരു കോൺട്രഡിക്ഷൻ വരും. അപ്പം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഹാർഡ്ലി ഇമ്പോസിബിൾ അല്ലേ, വേണ്ട, ഇതാണ് മാച്ച്. ഇത് ബോധം ഉണ്ടെങ്കിൽ കിട്ടൂടാ, കോമ്പിനേഷനാ. റാദറും ഫെയർലി, റാദർ നെഗറ്റീവും ഫെയർലി പോസിറ്റീവും. ദ എൻവയോൺമെൻറ്റ് ഇൻ ദ കൺട്രി സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വില്ലേജസിനെയൊക്കെയാണ് കൺട്രി സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ എൻവയോൺമെൻറ്റ് ഒരു പ്ലസൻ്റ് ആണെന്ന് പറയുമ്പോൾ ഒരു ഹാപ്പി, നല്ലൊരു എൻവയോൺമെൻ്റ് ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് കാര്യമാണ്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഫെയർലി. ദ ക്വസ്റ്റ്യൻ, ഇത് മാറ്റിയിട്ട് വായിച്ചു നോക്കി. ദ ക്വസ്റ്റ്യൻസ് ഈസ്, അത് മിസ്റ്റേക്കാ. ക്വസ്റ്റ്യൻസ് ആർ ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഇമ്പോസിബിൾ ടു ആൻസർ എന്നാണ് പറയുന്നത്. ആൻസർ ചെയ്യാൻ പറ്റില്ല, അവർ നെഗറ്റീവ് കാര്യമാണ്. അപ്പം റാദർ
നോക്കിയത് വേറെ നോക്കണ്ട. ഈ വേർഡ്സ് നോക്കാം, അപ്പുറത്തും ഇപ്പത്തെ ഇങ്ങനെ സ്വിച്ച് ചെയ്തേ വരാറുള്ളൂ. റാദറും ഫെയർ, ഇത് മിസ്റ്റേക്ക് നമുക്ക് അല്ലാണ്ട് ഫീൽ ചെയ്യില്ല. നിനക്ക് ഫസ്റ്റത്തിനകത്തൊന്നും തോന്നിയില്ലല്ലോ? ഇല്ല. സെക്കൻഡൊക്കെ പിന്നെ കിട്ടും. ഫെയർ ഒരു പോസിറ്റീവ് കാര്യമാണെന്നുള്ളത്, ഫെയർ നമുക്ക് അറിയാവുന്നൊരു കാര്യം, അതുകൊണ്ട് കിട്ടും. റാദർ പ്ലസ് ആൻഡ് എൻവയോൺമെന്റ് ഈസ് ഫെയർലി പ്ലസ്. നമുക്ക് യൂസേജ് ഒക്കെ ഭയങ്കര ഒരു ഓക്കോർഡായിട്ട് തോന്നും, ഇതെന്താ ഇങ്ങനെ ഉപയോഗിക്കണേന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റാദർ നെഗറ്റീവ് കേസ്, ഫെയർലി പോസിറ്റീവ് കേസ്. ഇത് പറ, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ RC ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേഗം പറഞ്ഞു. ഫോറും സിൻസും വരുമ്പോൾ റൂൾസ് ഞാൻ 2 പറഞ്ഞിട്ടുണ്ട്. ഫോറും സിൻസിനും ഉള്ള റൂൾ. ഒരു പെർട്ടിക്കുലർ അല്ലേ, പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. അതെങ്ങനെയാ വരുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ഷീ ഈസ് ക്രൈങ് ഫോർ. സിൻസ് ആണെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്, ഏതെങ്കിലും ഒരു ഫ്രം എ പോയിന്റ്. ഐ ആം ഹിയർ സിൻസ് മോർണിംഗ് തൊട്ട് ഞാനിവിടെ ഉണ്ട്. ഷീ ഈസ് ക്രൈങ് ഫോർ 5 years, അതൊരു ഡ്യൂറേഷനാണ് വരുന്നത്. ഓക്കെ, പക്ഷെ ഇതിൻ്റെ കൂടെ ഞാൻ വേറെ റൂളും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? RCയിൽ പറഞ്ഞിട്ടുണ്ട്. RC അല്ലേ നമ്മൾ അല്ലേ ക്ലാസ് എടുക്കുന്ന ടൈമിൽ ഇത് പറഞ്ഞിട്ടുള്ള കാര്യം. ഇത് ഫോർ സിൻസിന് 2 റൂളാണ്. ഒന്ന് ഇത് നോക്കുക, ഡ്യൂറേഷൻ ആണോ പോയിന്റ് ഓഫ് ടൈം ആണോ നോക്കുക. രണ്ടാമത് വേറെ കാര്യം ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ടെൻസ് വേണമെന്നുണ്ടോ? ഏതൊരു ടെൻസ് വേണം. ഏത് ടെൻസാ? അത് മറന്നുപോയി. പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതിന് സ്പെസിഫിക് ആയിട്ട് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അത് മതി. എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ഹാസ്, ഹാവ്, ഹാഡ്. പാസ്റ്റും വരാം, പ്രസൻറ്റും വരാം. പ്ലസ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. അതിൻ്റെ ഇടയിൽ കൂടെ ആരോടെ കമ്പ്യൂട്ടർ കുത്തിക്കൊണ്ടിരിക്കണേ? അത് ഞാനാ. എന്തോ? ഞാൻ ഇത് നോട്ട് കൂടി എഴുതിപ്പോണ്ട്. പേപ്പറും പേനയൊന്നും ഇല്ലേ? ഉണ്ട്, എന്റെ സ്ക്രീനിലുണ്ട് സംഭവം. എന്തോന്നു? PDF ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വെച്ചിട്ടല്ല ഞാൻ ആൻസർ പറയുന്നേ, അതിന് ഞാൻ ഫോൺ നോക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ഇവിടെ അപ്പോൾ ഇതെന്താണ്? അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒക്കെ എന്താണ് ഇത്? ഐ ആം ടീച്ചിങ് എന്ന് പറയുന്നത് ഏത് ടെൻസാണ് വരുന്നത്? ടെൻസിൻ്റെ ഫോർമാറ്റുകൾ അറിയോ? ടെൻസിൻ്റെ ഫോർമാറ്റ് അറിയണേ പറഞ്ഞോണേ, അത് അറിയണം. അപ്പം ഇതേതാണ്? ഐ ആം ടീച്ചിങ് അല്ലെങ്കിൽ ആം, ഈസ്, ആർ പ്ലസ് വെർബ് പ്ലസ് ING എന്ന് പറയുന്നത് എന്ത് ടെൻസാ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ മാറ്റം എന്ത് ചെയ്താൽ മതി? ആമിസാറിന് പകരം എന്ത് കൊടുത്താൽ മതി? ഹാസ്, ഹാവ്, ഹാഡ് ഏതാ കൊടുക്കുന്നത്? ഏത് കൊടുക്കും? ഐ ആണ്. അതിൻ്റെ കൂടെ ഹാവ്, ഐ ഹാസ് കൊടുക്കില്ല, ഐ ഹാവ് ബീൻ ടീച്ചിങ് യു സിൻസ് 10 AM. അടുത്ത ഷീ ഈസ് ക്രൈങ് എന്നല്ലെങ്കിൽ ഈസ് പ്ലസ് വെർബ് പ്ലസ് ING പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അത് ഈ സാമിസാറിന് പകരം മാറ്റിയതൊക്കെ ഷീ ഹാസ് ബീൻ ക്രൈങ് ഫോർ 5 years. വീണ്ടും ഇവിടെ ഐ ആം ഹിയർ ഫോർ, ഐ ഹാവ് ബീൻ ഹിയർ സിൻസ് മോർണിംഗ്. ഓക്കെ, അവിടെ എന്താടാ ING വരാത്തെ? മൂന്നാമത്തേനകത്ത് എവിടെ ING വരാത്ത? നമ്മൾ പറഞ്ഞില്ലേ
പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഹാസ്, ഹാവ്, ബീൻ പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. ഇപ്പോൾ ഇവിടെ ഐ ഹാവ് ബീൻ ടീച്ചിങ്, ഇപ്പോൾ ഷീ ഹാസ് ബീൻ ക്രൈങ്. അപ്പോൾ ഇവിടുത്തെ ഐ എൻ ജി എവിടെ പോയി? വേർ ഈസ് ദ ഐ എൻ ജി ഇൻ ദ തേർഡ് സെൻറ്റൻസ്? ആ വെർബില്ല. അവളോടെ ഇരിക്കുക. വെർബില്ല. വെർബ് ഉണ്ടെങ്കിൽ ഐ എൻ ജി ഉള്ളു, അവിടെ വെർബില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഓക്കെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ പഠിക്കും. അപ്പോൾ ഇത് സംഭവം വല്ല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫോറും സിൻസും വെച്ചൊക്കെ പറഞ്ഞാൽ മതി. അടുത്തത് ഇതോ, ഇത് ആക്ച്വലി പണ്ട് സ്കൂളിലൊക്കെ പറയുന്ന സാധനം, +1 +2 ഇംഗ്ലീഷ് ഗ്രാമറിലൊക്കെ ഫസ്റ്റ് പറയുന്ന സാധനം കണ്ടതൊക്കെ. അല്ലെങ്കിൽ ഒരു ഗ്രാമർ ബുക്ക് പഠിക്കാനെടുത്താൽ അതിലെ ഫസ്റ്റ് സെല്ലിൽ ഒന്നാമത്തെ രണ്ടാമത്തെ പേജിൽ സാധനം കാണും. ഈച്ച് ഡേ ആണോ? അല്ലടാ. എന്താടാ? എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം. എല്ലാ ദിവസവും എന്ന് പറയണ്ട, അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷൻ. ഹാബിച്വൽ ആക്ഷൻ അല്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യം. പുള്ളി എല്ലാ ദിവസവും പത്രം വായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും പത്രം അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷൻ നമ്മളെപ്പോഴും സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എല്ലാത്തിലും ഉള്ള ഏറ്റവും ബേസിക് എക്സാമ്പിളാണ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ എല്ലാ ദിവസവും ഈസ്റ്റിലാണ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയത്തില്ല. അല്ലെങ്കിൽ സൺ ഈസ് റൈസിങ് എന്നോ സൺ ഹാവ് റൈസ് എന്നോ അങ്ങനെയൊന്നും പറയാറില്ല. എന്നും നടക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടൊരു കോമൺ ഇൻ്റർവെല്ലിൽ എപ്പോഴും നടക്കുന്ന കാര്യമാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോർമാറ്റ് ഒന്നുമില്ല, വെർബ് പ്ലസ് എസ് ഓർ ഇ എസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്ത് വരും? ഹീ ആണ്. ഈസ് റീഡിങ് എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് ആണ്, നമുക്ക് വേണ്ട. ഹീ റീഡ്സ് വരും. എന്തുകൊണ്ടാണ്? സബ്ജക്റ്റ് സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യും. സോറി, ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് അത്രയേ ഉള്ളൂ. അത് നോക്കിയാൽ മതി. അതുമില്ല, വെറുതെ വെർബ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വരത്തില്ല അവിടെ. അപ്പോൾ ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എസ് ഓർ എസ് ആഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ ഈച്ച് ഡേ. അടുത്ത എവറി ഇയർ, എല്ലാ വർഷവും നടക്കുന്നൊരു കാര്യമാണത്. എവറി ഇയർ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എവറി ഇയർ നടക്കുന്നൊരു കാര്യമാകുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ്. എവറി ഇയർ വി ഏതാ? ആൻസർ പറ. We go to സീതാ. എന്തെറ്റി? Every year we go to vacation. Okay. എനിക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതാ? അല്ല, ഈ റൂൾ അപ്ലൈ ചെയ്യേണ്ട എവിടെയാ മനസ്സിലാവുന്നില്ല. റൂൾ അപ്ലൈ ചെയ്യേണ്ട എവിടെ? ടെൻസ് മാറൂടാ, വേറെ ഏതെങ്കിലും ടെൻസ് ആയിരിക്കും. ഏതൊക്കെയാണ് ടെൻസ് വരുന്നത്? നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വരാം. ഏതാണ്? ഈസ്, ആം, ആർ പ്ലസ് വെർബ് പ്ലസ് മിക്കവാറും ഇതായിരിക്കും തരുന്നത്. ഈ കേസ് ആയിരിക്കും തരുന്നത്. അല്ലെങ്കിൽ വേറെ ഏത്? നമുക്ക് എന്ത് മതി? ഇത് കണ്ടിന്യൂസ് ഫോമാണ്. കണ്ടിന്യൂസ് വേണ്ട, നമുക്ക് എന്ത് മതി? സിമ്പിൾ പ്രസൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബ് മാത്രം മതി. അപ്പോൾ ഇവിടുത്തെ വെർബ് ഏതാ? ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ ഹീസ് റീഡിങ് എന്ന്. അപ്പോൾ അവിടുത്തെ വെർബ് എന്ന് പറയുന്നത് ഏതാണ്? റീഡാണ്, പത്രം വായിക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും വേണ്ട. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബ് വരുന്നുണ്ട്. വെർബ് ഏത്? റീഡാണെന്ന് നിനക്കറിയാം, സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട്. അടുത്ത എന്താണ്? എവറി ഇയർ വി. ഇവിടുത്തെ സബ്ജക്റ്റ് വി ആണെന്നും അറിയാം, വെർബ് ഗോയിങ് ആണ്. അപ്പോൾ ഗോയിങ് എന്ന് പറയുമ്പോൾ ഗോ ആണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, വി ഗോ ആണ് വരുന്നത്. പിന്നെ നമ്മൾ പ്ലൂറൽ ആയതുകൊണ്ട് എസ് ഒ വരുമോ?
പ്ലൂറൽ വെർബിന് ഇല്ല ഇല്ല വരില്ല. വീഗോ. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവിടെ. എളുപ്പമുള്ള സാധനം, അതൊരു കൺഫ്യൂഷൻ വരില്ല. സിമ്പിൾ പ്രസൻറ്റിൻ്റെ റൂൾ ആണ് ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇത്രയേ ഉള്ളൂ ബേസിക് ഫോർമാറ്റ്, ഏറ്റവും സിമ്പിൾ ഫോർമാറ്റ്. സബ്ജക്റ്റും പിന്നെ വെർബും മതി, വേറെ ഒന്നും അവിടെ ആവശ്യമില്ല. വേറെ എന്തൊക്കെ വരാം? ആം ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ING വന്നു കഴിഞ്ഞാൽ അതെന്ത് ഫോർമാറ്റായി? കണ്ടിന്യൂസ് ഫോർമാറ്റായി. പിന്നെ വാസ് ഓർ വേർ പ്ലസ് ING വന്നു കഴിഞ്ഞാലോ പാസ്റ്റ്. പിന്നെ അടുത്തത് വരാം ഹാസ് ഹാവ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ ഏത് പെർഫെക്റ്റ്? ഹാസ് ഹാവും വരുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റാ. പാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഹാഡ് പ്ലസ് V3. ഹാസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ആകുമ്പോൾ എന്ത് ഫോർമാറ്റ് വരും? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്ലസ് ബീൻ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്, ING ഇവിടെ കാണും. ഈ ഹാസ് ബീൻ. അത് ഇവിടെ ആണെങ്കിൽ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING എന്നും പറഞ്ഞ് വരും. ഫോർമാറ്റ് നോക്കി വയ്ക്കുക, നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതുണ്ടെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഇതുണ്ടെങ്കിൽ പെർഫെക്റ്റ്. ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമുക്ക് വേറെ വഴിയൊന്നും ഒരു ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻ ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് വരും. ആൻസർ ചെയ്തേ. ഇത് കഴിയുമ്പോഴേ ഇതല്ല, റൂൾസ് കഴിയുമ്പോൾ ഇതൊന്നെടുത്ത് കണ്ടു തീർത്തോണേ. ഇംഗ്ലീഷിലെ PDF ഞാൻ ഇട്ടിട്ടുണ്ട്, ഇത് അടക്കുന്നത് ഈ സാധനം. ഓക്കെ, ഇത് എന്താണ് യൂട്യൂബാ, പക്ഷേ എനിക്ക് കത്തും. ഈ ക്ലാസ് അല്ല, യൂട്യൂബിൻ്റെ ക്ലാസ് തന്നെ. പക്ഷേ എനിക്ക് കാര്യം മനസ്സിലാവും, ഒരു റിവിഷനും കിട്ടും. നല്ല ലെങ്തിയാ സംഭവം, ഇത്തിരി ചെറുതൊന്നുമല്ല. അതുകൊണ്ട് 5 हम लोग यहाँ पे बात करते हैं टू मच और उसके बाद हम लोग यहाँ पे बात करते हैं मच എന്താടാ 2 hour എന്ന ഷെഡ്യൂള് പോയതല്ലേ? പോയായിരുന്നോ? ഈ ഓർമ്മ എന്തായാലും ഒന്നേന്നങ്ങ് പൊക്കോ. എന്തായാലും മൊത്തം 5:45. എനിക്കതാ എവിടെ ഇട്ടൊരു ഓർമ്മ എനിക്കുണ്ടായിരുന്നത്. 5:45 മണിക്കൂറുണ്ട്. കുറേശ്ശെ ഒന്ന് പോയാൽ അതൊരു റിവിഷനാണ്. ഈ സെയിം സാധനം നമുക്ക് കുറേ ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളും കിട്ടും. ഓക്കെ, അപ്പം അതിനകത്ത് അഡീഷണൽ ആഡ് ചെയ്യാം. എന്താടാ? ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡ് കഴിക്കാനാ? ആന്റി വിളിക്കുന്നു. ഓ, ആൻറ്റി വിളിക്കാണ്. ശരി, ആൻറ്റി അവിടെ ചോറും കറിയൊക്കെ വെച്ചിരുന്നു. എനിക്ക് തിരിച്ചു വരുമോ? പോയാ ആൻസർ? അപ്പം ഇൻ അഡീഷൻ, അല്ലെങ്കിൽ നീ അല്ലാണ്ട് എൻ്റെ ലൈഫിൽ വേറെ ആരും ഇല്ല. ബിസൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിയർ എന്നാണ്. അപ്പം നിയർ അല്ല, ആ മീനിങ് അല്ല. അപ്പോൾ ബിസൈഡ്സ്. നീ അല്ലാണ്ട് ഇനി വേറെ ആരും, അല്ലെങ്കിൽ നീ അല്ലാണ്ട് വേറെ ആരും ലൈഫിൽ വേറെ അല്ലേ, ഫ്രണ്ടൊന്നും ഇല്ല എന്നുള്ളതാ. ഓക്കെ, അടുത്തെന്താണ്? ഐ ആം സ്റ്റേയിങ് ഇൻ എ ഹോട്ടൽ നിയർ ദ കനാൽ എന്ന്. അപ്പം എന്ത് വരും? ബിസൈഡ് ദ കനാൽ.
ബിസൈഡ്സാ? ഇല്ല, അതിലേതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് അറിയാം. എന്തിനാ അങ്ങനെയൊക്കെ ഓർക്കണേ? ഓക്കെ, പിന്നെ ഓൾവേസ് ഡു യു ഓൾവേസ് ആ മാറ്റുണ്ടല്ലോ. ഞാൻ നേരത്തെ കണ്ടുപിടിച്ചതായിരുന്നു. ഇപ്പൊ പറ. ഏതിന്റെ മുന്നിലായിരുന്നു ചേർക്കുന്നത്? ദേവികേ, വേറെ ആരും ഇല്ല ആൻസർ പറയാൻ? എന്താ? ഡു യു ഓൾവേസ് പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ്? ഇത് വെർബ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമല്ല ചെയ്യുന്നത്. പ്രാക്ടീസ് വെർബാ. വെർബിന് മുമ്പ് എന്ത് വരണം? അഡ്വർബ് വരണം. ഡു യു ഓൾവേസ് പ്രാക്ടീസ് മോക്ക്. ഓക്കെ, അപ്പൊ അടുത്ത് എന്ത് വരും? മൈ ഫ്രണ്ട് ഫ്രീക്വന്റ്ലി കോൾ മീ. മൈ ഫ്രണ്ട് ഫ്രീക്വന്റ്ലി കോൾ മീ. വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതിനകത്ത്? കോൾസ് മീ. മൈ ഫ്രണ്ട് സിംഗുലറാ. സിംഗുലർ. ഫ്രീക്വൻലി അവിടെ പോവും. മൈ ഫ്രണ്ട് മൊത്തം നോക്ക്. ഞാൻ പറയല്ലോ, നമ്മളിപ്പോൾ ഒരെണ്ണം പഠിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മെയിൻ പ്രശ്നം അതാ. നമ്മളത് പഠിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അത് മാത്രം നോക്കുക. ഫസ്റ്റ് തൊട്ട് പഠിച്ച മൊത്തം ആലോചിച്ച് നോക്കുക. മൈ ഫ്രണ്ട് ഫ്രീക്വൻലി കോൾസ് മീ. അടുത്ത എന്താ വരുന്നത്? സെൽഡം. The class teacher seldom dictates. സെൽഡം ഒക്കെ നെഗറ്റീവ് വേർഡും കൂടെയാണ്. അപ്പം എങ്ങനെ വരും? പറ. The class teacher seldom dictates poems. I don't have enough time to waste. ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈമാണ് വരുന്നത്. അപ്പോൾ ടൈം ഇനഫ് അല്ല വരുന്നത്. എനിക്ക് സമയമില്ല. സമയം അവിടുത്തെ നൗണാണ്. സമയം അവിടുത്തെ ഒരു തിങ്ങായിട്ടാണ് പറയുന്നത്, അല്ലാണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നൗണാണ് വരുന്നത്. അപ്പോൾ എന്താ വരുന്നത്? ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു വേസ്റ്റ്. എനിക്ക് വേസ്റ്റ് ആക്കാൻ ടൈമില്ല. അക്ഷരം ഉണ്ടോ? And she is wise enough to answer. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? She is wise. എത്രയുള്ള? വൈസ് ഇനഫ് വൈസ് അല്ല, ഇത് കഴിഞ്ഞിട്ടാണ് വരാനുള്ളത്. ഷീ ഈസ് വൈസ്. വൈസ് എന്ന് പറയുമ്പോൾ ഷീനെയാണ് പറയുന്നത്. പുള്ളിക്കാരിക്ക് ബുദ്ധിയുണ്ട്. അപ്പോൾ എന്തൊരു? ഷീ ഈസ് വൈസ് ഇനഫ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. അടുത്തത് അനശ്വര എവിടെ? അനശ്വരനെ കണ്ടിട്ടില്ല, ഞാൻ വിളിച്ചിട്ടില്ല, മെസ്സേജ് ചെയ്തിന്. കുഴപ്പമില്ല. അടുത്ത Rather hot. Rather hot ആണോ? എന്തായിരുന്നു? Fairly hot. ഫെയർലി ഹോട്ടാ റാദർ ഹോട്ടാ? Fairly actually. ഫെയർലിയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റൻസിൻ്റെ ഓവറോൾ മീനിങ് ഒരാളെ ഒന്നും പറയണം. മീൻസ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഞാനിപ്പം ആരെങ്കിലും ചായ എടുക്കുമ്പോഴത്തേക്കൊക്കെ ആ ചായ ചൂടാണ് എന്ന് പറയുന്നത് നെഗറ്റീവ് കാര്യമാണോ? കാരണം ഇല്ല, പറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കൈ കൊള്ളും ശ്രദ്ധിക്കാണ്ട് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കാര്യം പോസിറ്റീവായിട്ട് പറഞ്ഞു. അപ്പോൾ ആ ഒരു സെൻസിലാണ് എടുക്കാറുള്ളത്. സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത്. മീൻസ് ഒരാളിനെ ഒരു തളർത്തുന്ന ടൈപ്പ് ഓഫ് ഇതാവരുത്. ഇപ്പം 9ാമത്തെ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഈ സീരീസ് ജയിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വെച്ചാൽ തുടങ്ങിയപ്പോഴത് നെഗറ്റീവ് പറയുക, അല്ലെങ്കിൽ പരീക്ഷ കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്ക്. ഓക്കെ, ആ ഒരു സെൻസിലാണ് ഈ സെൻറ്റൻസിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എടുക്കുന്നത്. സെൻറ്റൻസിൻ്റെ ഓവറോൾ ഐഡിയ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണോ നെഗറ്റീവ് സെൻറ്റൻസ് ആണോ നോക്കുക.
ഇപ്പോൾ രണ്ടാമതൊരു ആക്ച്വലി ഒരു കുറ്റം പറയുന്ന ടൈപ്പ് ഓഫ് ഒരാളിനെ കുറിച്ച് അല്ല അനാവശ്യമായിട്ട് ഡൗൺ ആക്കുന്ന ഒരു സെൻറ്റൻസാണ് അത്. അപ്പോൾ അതെന്ത് കൊടുക്കുക? റാദർ ഇമ്പോസിബിൾ. ഓക്കെ, Okay. ബാക്കി എളുപ്പ പോട്ട് വേഗം പോട്ടെ. In the നീ series പറഞ്ഞതിൻ്റെയൊക്കെ ഡൗട്ട് നീ പറഞ്ഞ happens. അതെനിക്ക് ഇതല്ലായിരുന്നല്ലോ കേട്ടോ. ആരെങ്കിലും പറഞ്ഞ ദേവികേ? I'm waiting for you since morning. ദേവികേ Oh, പറ. I have been waiting. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ് ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. അടുത്ത സീത, അക്ഷര, ആരെങ്കിലും? ഫോർ ദി ലാസ്റ്റ് ഫോർ ദ It is ലാസ്റ്റ് 2 hours. അതൊരു ഓക്കെ ഡ്യൂറേഷൻ. ലാസ്റ്റ് 2 hour കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് 2 hours ആയിട്ട് ഇറ്റ്സ് എ ഡ്യൂറേഷൻ. അത് ഓക്കെയാണ്. ഇറ്റ് ഹാസ് ബീൻ ഡ്രീമിംഗ്. ഇറ്റ് ഹാസ് ബീൻ ട്രെയിനിങ് ഔട്ട് സൈഡ്. സീത കിട്ടിയില്ല? വൈ? ടെൻസ് എന്താ കിട്ടാത്ത നിനക്ക്? ടെൻസ് ഒന്ന് റിവൈസ് ചെയ്തേക്കണേ. വേർഡ്സ് ഏതാണ്? ഈസാമാർ പ്ലസ് ഐ എൻ ജി ഏതാണ്? present continuous. കണ്ടിന്യൂസ്. ഈസാമാർ പ്ലസ് ഐ എൻ ജി നോക്കുക, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ഹാസ് ഹാവ് വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ്. Perfect. ഹാഡ് വന്ന് ഹാഡ് അതിൻ്റെ പാസ്റ്റിൻ്റെ അത് വിട്. പിന്നെ ബീൻ പ്ലസ് ഐ എൻ ജി വന്നു കഴിഞ്ഞാൽ Even I engineer പെർഫെക്റ്റ് perfect കണ്ടിന്യൂസ്. continuous. ഓക്കെ, ശ്രദ്ധിക്കുക അത്. അപ്പോൾ ഇവിടെ എന്താണ് ഈസാണ് കിടക്കുന്നത്. ഈസ് കാണുമ്പോൾ എന്താണ് സംഭവം? എന്താണ് Yes. ഇവിടെ ആമാണ്. ഈസ് പ്ലസ് ഐ എൻ ജി, ഇവിടെ ആം പ്ലസ് ഐ എൻ ജി. ഇത് എന്ത് ടെൻസ് നടക്കുന്നത്? കണ്ടിന്യൂസ് Present ഫോമാറ്റ്. continuous. എന്ത് ചെയ്താൽ മതി? പെർഫെക്റ്റ് ആക്കിയാൽ മതി. Mm. എങ്ങനെ വരും? ആം മാറിയിട്ട് അവിടെ എന്ത് വരണം? പെർഫെക്റ്റ്. ടെൻസിൻ്റെ ഫോമാറ്റ് അങ്ങ് മാറ്റി കൊടുത്താൽ മതി. എന്താണ് ആം പ്ലസ് ഐ എൻ ജി എന്ന് പറഞ്ഞാൽ എന്താവും? ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആവുന്നേ ഉള്ളൂ. അപ്പോൾ ആമിന് ഒരു ഓക്സിലറി വെർബ് എന്താവും? ഹാസ് ഐ ഹാവ് ആവും. പിന്നെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ് വെർബ്. സോറി കണ്ടിന്യൂസ് വരണ്ടേ? അപ്പോൾ പിന്നെ ഹാസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി. Plus. അപ്പോൾ എന്താ? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് എന്നായി. ഓക്കെ, Mm. ക്ലിയർ? Clear. നെക്സ്റ്റ്. അവിടെ ഈസ് എന്താണ്? ഈസ് എന്ന് പറയുന്നത് ഈസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ഈസ് ഉണ്ട്. ആമീസ് ആർ പ്ലസ് ഐ എൻ ജി കണ്ടിന്യൂസ് ആണ്. മാറ്റുക. ആക്സിലറി വെർബ് എന്താവും? ഹാസ് ആവും. ഇതെന്തും കൂടെ ആവും? ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആവും. ഓക്കെ ആണോ? അടുത്തതോ? ഇത് മറ്റേ habitual ആണ്. The patient is not. ഇതില് വെർബും സബ്ജക്റ്റും മാത്രം മതി. എന്താടാ? Patient is not doing blank ചെയ്തില്ല. എന്ത് മതി? അപ്പോൾ ഫോമാറ്റ് എന്താ? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ അത്. ഞാൻ ഫോമാറ്റ് എന്താ? എവറി ഡേ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹാബിച്വൽ ആക്ഷനെ കാണിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. എവറി ഡേ, എവറി ഇയർ, എവറി വീക്ക് ഓക്കെ അതൊക്കെ പറയുന്നത് എന്താണ്? ഒരു ഹാബിച്വൽ ആക്ഷനെ ഷോ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ സബ്ജക്റ്റ് എന്ത് വരണം? അല്ല ഫോമാറ്റ് എന്താ ഞാൻ പറഞ്ഞത്? അപ്പോൾ എന്ത് വരണം? അപ്പോൾ സെൻറ്റൻസ് എന്തായിരിക്കണം? സിമ്പിൾ സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം. സിമ്പിൾ പ്രസന്റ് ഫോർമാറ്റ് എന്താ? സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഐ എൻ ജിയോ ഇ ഡിയോ ഹാസോ ഹാവ് എന്തെങ്കിലും വരണം അവിടെ? വേണ്ട. ഇവിടുത്തെ വെർബ് ആരാ? ഈസാ. അത് ഓക്സിലറി വെർബ്. അവിടുത്തെ പേഷ്യൻ്റ് ഡൂയിങ് അല്ലെങ്കിൽ അവിടുത്തെ ആക്ഷൻ വേർഡ് ആണ്. എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഈസ് നോട്ട് ഡൂയിങ് അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നല്ലേ പറയുന്നത്? ഈസ് നോട്ട് ഡൂയിങ് എക്സസൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ആക്ഷൻ വേർഡ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു വെർബ് എന്ന് പറയുന്നത് ഡു എന്നതാണ് അല്ലേ? അപ്പോൾ എങ്ങനെ കൊടുക്കാം? പേഷ്യൻ്റ്. ഓക്കെ ശരി. സബ്ജക്റ്റ് എന്താ വന്നത്? പേഷ്യൻ്റ്. ഓക്കെ, വെർബ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി ഡു.
എക്സസൈസ് എവറി ഡേ. subject, ബാക്കി കണ്ടിന്യൂ ചെയ്ത് സെൻറ്റൻസ് കറക്റ്റ് മീനിങ് കറക്റ്റ് ആയോ? നോട്ടില്ല. ഉം? നോട്ട് നോട്ടില്ല, ചെയ്യുന്നില്ല എന്നല്ലേ പറഞ്ഞേ. പേഷ്യൻ്റ് എന്ത് ചെയ്യുന്നില്ല, ഇതവിടുത്തെ എന്താടാ? മെയിൻ വെർബ് ആക്ച്വലി അല്ലേ. അപ്പം എന്താണ് പേഷ്യൻ്റ് എന്ത് ചെയ്യുന്നില്ല? എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ പറയും നമ്മൾ? ദ പേഷ്യൻ്റ് is not do ഈസ് വന്നു കഴിഞ്ഞാൽ exercise. വീണ്ടും മാറിയില്ലേടാ? എന്തിനാ ഐസ്? ഏ പേഷ്യൻ്റ് ഡു നോട്ട് എന്ന് പറയാമോ? ഡസ് നോട്ട് അറിയാം. അതോ ഡസ് നോട്ടാണോ? പേഷ്യന്റ് സിംഗുലർ അല്ലേ? ഡസ് നോട്ട് വരും. ഇത് ആ നോട്ട് വരുന്ന അപ്പം ദ പേഷ്യൻ്റ് ഡസ് നോട്ട് ഡു എക്സസൈസ് എവറി ഡേ. ഈ ടൈപ്പ് സെൻറ്റൻസ് ഒക്കെ കൺഫ്യൂഷൻ ആവുന്നത്. വേറെ സെൻറ്റൻസ് ഞാൻ പറഞ്ഞുതരാം. മിസ്റ്റേക്ക് ഉണ്ടോ? She had plus V3. had എഴുതിയിട്ട് കറക്റ്റ് ആണെന്ന് അറിയാം. എനിക്ക് കറക്റ്റ് ആണെന്നാ എവിടെയുള്ള യൂസ് ചെയ്ത ഹാഡ് കറക്റ്റ് ആണ്. ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ ഓക്കെ, ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് എന്ന് പറയുന്നത് V3 ആണോ? V3 അല്ലേ? ഏ ഹാസ് പ്ലസ് ആർ പ്ലസ്. ആ അതാ V3 ആണ്. ഏതാണ്? ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് അവരുടെ പ്രസന്റ്. പാസ്റ്റ് എന്ന് പറയുന്നത് എന്ത് വരും? ഹാഡ് അല്ല V2 എന്ത് വരും? അപ്പം ഹാഡ് V3 എന്ത് തന്നെ വരും? ഹാഡ് തന്നെ. അപ്പം ഹാസ് ഹാവ് പ്രസന്റ്, പാസ്റ്റിൽ ഹാഡ്, മറ്റേത് ഹാഡ്. പിന്നെ ഈ ഹാഡ് എന്തിനാ ഉപയോഗിച്ചേക്കണേ? ഹാഡ് പ്ലസ് V3 അല്ലേ? അതൊക്കെ ഈ ഹാഡ് എന്തിനായിട്ട്? ഇതെന്ത് സംഭവം അപ്പോ? പെർഫെക്റ്റ് ആക്കിയതാണോ? അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് ആക്കാ ഇതെന്താ മീനിങ്? ഹാഡ് ഓൾറെഡി പെർഫെക്റ്റ് അല്ലേ? She had. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? What is the difference between the two sentences? രണ്ടായിരം ആള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ല, ഇത് ഏറ്റെന്നുള്ള മീനിങ്ങാ. അല്ലെങ്കിൽ ഇറ്റല്ല, കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് നമുക്ക് ഈറ്റണിന് പകരം നമ്മൾ കുറച്ചുകൂടെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ടേംസിൽ നമ്മൾ ഹാഡെന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ രണ്ടാമത്തെ ഹാഡ് എന്താ? അത് ഈറ്റണ. ഷീ ഹാഡ് അത്രേ ഉള്ളൂ. പിന്നെ ഇതെന്താണ്? ഇത് പെർഫെക്റ്റ് ഇത് എന്താണ്? നമ്മൾ ഷീ ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമ്മൾ പറയുമോ? നമുക്ക് എന്ത് പറയാം? ഷീ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഇതേതാ? ഇത് V2 ആണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെന്താണ്? V3 ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരേണ്ടി വരും? ഷീ ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പറയാൻ പറ്റുമോ? ആണ്. V3ക്ക് നമുക്ക് ഹാഡ് പ്ലസ് V3 വരുന്നത്. അപ്പം എന്ത് വരണം? ഷീ ഹാഡ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. ഈ ഞാൻ പറഞ്ഞു നമ്മുടെ ഹാസ് ഹാവിൻ്റെ V2 എന്ത് തന്നെയാണ്? ഹാഡ് തന്നെയാണ്. V2 ഹാഡാണ്, V3യും
ഹാഡാണ്. അപ്പോൾ ആ സംഭവമാണ്. അപ്പോൾ ഷീ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് വരെ എനിക്ക് എന്ത് കൊടുക്കാം? ഷീ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഈ സെൻറ്റൻസ് അപ്പോൾ ഏതാ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാസ്റ്റ് സെൻറ്റൻസാണ്, V2 സെൻറ്റൻസാണ്. ഓക്കെ, Okay. ഇതെന്ന് പറയുന്നത് എന്താണ്? ഈറ്റണിന് ഓരോ നമുക്ക് എന്ത് കൊടുക്കാം? ഹാഡ് കൊടുക്കാം. അപ്പോൾ എന്താ? ഷീ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. അതെന്തായി? V3 സെൻറ്റൻസാണ്. ക്ലിയർ ആയോ? കുഴപ്പമില്ലാണ്ട്. ഇവിടെ അതുപോലെയാണ്. ഇവിടെ എന്താണ്? ഡു എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുക? നമുക്ക് ഡു എന്ന് പറയുന്നത് പെട്ടെന്ന് ഡു ഒരു ആക്സിലറി വെർബാണ്. ഡു എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. പക്ഷേ ചെയ്യുക, ടു ഡു സംതിങ്, ആ ഒരു ഡു നമുക്കൊരു നൗൺ മെയിൻ വെർബായിട്ടും വരാറുണ്ട്. എന്താണ്? ഡു ദാറ്റ് വർക്ക്. ആ ഒരു ഡു പറയില്ലേ? അല്ല, ഡു പറയില്ല, അങ്ങനെ പറയില്ല. അത് തന്നെ, ഡു ചെയ്യുക, അതൊരു വെർബായിട്ട് വരും. ഇപ്പം അല്ലെങ്കിൽ ഇത് മെയിൻ വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് നോട്ട് വരണമെന്നുണ്ടെങ്കിൽ ദ പേഷ്യൻ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സെയിം ആ ഒരു നോട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ കൊണ്ടുവരണം. അപ്പോൾ എന്താണ്? പേഷ്യൻ്റ് ഈസ് നോട്ട് അല്ല, പേഷ്യൻ്റ് സിംഗുലർ ആണ്. അപ്പോൾ പേഷ്യൻ്റ് ഡസ് നോട്ട് വരും. ഓക്കെ, ഡസ് നോട്ട് അത് ആ വെർബിൻ്റെ ഡസ് നോട്ടാണ്. ഇത് ചെയ്യുന്നില്ല, ഡു എക്സസൈസ്. ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുന്നതായിരുന്നു. ദ പേഷ്യൻ്റ് ഡസ് നോട്ട് ഡു എക്സസൈസ് എവരിഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് സമ്മർ അല്ലെങ്കിൽ എല്ലാ സമ്മറിലും. ബംഗാളി പീപ്പിൾ, സെലിബ്രേറ്റ്. അവിടുത്തെ സബ്ജക്റ്റ് ഇതാണ്, ബംഗാളി പീപ്പിള്. വെർബ് എന്ത് വരും? മെയിൻ വെർബ് എന്താ? അവിടെ എന്താ നടക്കുന്നത്? അവിടുത്തെ ആക്ഷൻ വേർഡ് സെലിബ്രേറ്റ് ആണ്. നമ്മളിപ്പോൾ സെലിബ്രേറ്റ് എന്നാണ് കൊടുക്കുന്നത്. ബംഗാളി പീപ്പിൾ. പീപ്പിൾ പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? പ്ലൂറൽ. അപ്പോൾ എന്ത് വരും? സെലിബ്രേറ്റ് ആണോ സെലിബ്രേറ്റ്സ് ആണോ? സെലിബ്രേറ്റ്. സെലിബ്രേറ്റ്. ബംഗാളി പീപ്പിൾ സെലിബ്രേറ്റ് ജമായി ഷുസ്തി. എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത്രയും ചെക്ക് ചെയ്ത് തരാം, ഓവറാക്കണ്ട, പയ്യെ പോയാൽ മതി. ഓക്കെ.